ഉസ്താദ് നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. 8 വർഷത്തോളം സമസ്തയുടെ പ്രസിഡന്റായി നേതൃത്വം നൽകിയിരുന്ന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും സ്വർഗ്ഗലോകത്തെ ഉന്നത ദർജകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അലിമീങ്ങൾ ഒരുപാടുള്ള കാലമാണ്. പ്രസംഗിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. നല്ല ഈണത്തിൽ വാള്, അത് ശബ്ദം കനപ്പിച്ചിട്ടും ഡബിൾ കനപ്പിച്ചിട്ടും വാള് പറയാൻ കഴിയുന്നവർ ഒക്കെ ഇഷ്ടം പോലുള്ള കാലാണ്. പിന്നെ എന്തിനാ നമ്മൾ കാളമ്പാടി ഉസ്താദ് പോയതിൽ വിഷമിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ ആലിമീങ്ങൾ നമുക്കില്ല. അത് വളരെ കുറച്ചേ ഉള്ളൂ. ഒച്ചപ്പാടുണ്ടാക്കുന്ന ആലിമീങ്ങളുണ്ട്, നമുക്കത് വേണ്ട. അത് ദീനിന് ആവശ്യമില്ല. കാളമ്പാടി ഉസ്താദ് നമുക്കറിയോ? നമുക്ക് ആർക്കും അറിയില്ല. ഉസ്താദ് ആഗ്രഹിക്കും. ഞാൻ ഇന്നലെ ദുബൈയിലെ ക്ലാസ്സിലായിരുന്നു. അവിടെ KMCC ക്ലാസ്സിലായിരുന്നു, സുന്നി സെന്ററിൽ. 2 സുന്നി സെന്ററിന്റെ സലാം ബാക്കബി ഉസ്താദും പറഞ്ഞു, KMCCയിലെ എലൈറ്റിൽ ഇബ്രാഹിം സാഹിബും പറഞ്ഞു, ഹോളി ഖുർആൻ അവാർഡിന് പലതവണ ഉസ്താദിനെ വിളിച്ചിട്ടുണ്ട്. ഉസ്താദ് എന്ന് പേര് ഗസ്റ്റായിട്ട് അങ്ങ് കൊണ്ടുവരാൻ. ഞാൻ ഇല്ല കുട്ടികളെ, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, എന്നെ കൊണ്ടോണ്ട. ഇതൊക്കെ ആരാന്ന് പറയാ? എന്നെ വിളിച്ചാ ഞാൻ പോരാ, റെഡി ആയി നിൽക്കുന്ന കാലല്ലേ, ഇന്ന് വിളിച്ചിട്ടേ മതി. കാളമ്പാടി ഉസ്താദ് പറഞ്ഞ് വിളിക്കേണ്ട കുട്ടി. പിന്നെ 4 പ്രാവശ്യം ഉസ്താദന്മാര് ചെന്ന് കൊരക്ക് ചെന്ന് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ വരി, ഹോളി ഖുർആൻ അവാർഡ് ദുബൈ ഔഖാഫിന്റെ ഗസ്റ്റായിട്ട് കൊണ്ടുവരാൻ. ഇബ്രാഹിം സാഹിബ് പറയാം, സമ്മതിച്ചില്ല, വരുന്നില്ല. സലാം ബാക്കി ഉസ്താദ് സുന്നി സെന്ററിന്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കി. കുട്ടികളെ ഇന്നെ കൊണ്ട് കഴിയില്ല, കുട്ടികളെ ഇന്നെന്തിനാ നിങ്ങൾ വിളിക്കുന്നത്? പിന്നെയും ചോദിച്ചു, കുട്ടികളെ ഇന്നെ കൊണ്ട് എന്നെ പറ്റൂല, നിങ്ങൾ എന്തിനാ എന്നെ അടങ്ങാറാക്കുന്നത്? ഇങ്ങനെ താലിമ് പോയതിലാണ് നമുക്ക് സങ്കടം. ആലിമ്യങ്ങൾ ഒരുപാടുണ്ടായിട്ട് എന്താ കാര്യം? അള്ളാഹുവിന്റെ ദീനിന്റെ ആലിം ഏറ്റവും നല്ല സാത്വികർ, നല്ല വിനയവും എളിമയും നല്ല ജീവിതത്തിൽ ലാളിത്യവും ഉണ്ടായിരുന്ന ആലിമി. അത് നമുക്ക് കുറഞ്ഞു വരികയാണ്, ലോകത്തന്നെ കുറഞ്ഞു വരികയാണ്. പക്ഷെ സമസ്തയുടെ കൂടെ എക്കാലം നിലനിന്നത് അങ്ങനത്തെ ആലിമീങ്ങളാണ്. അതാണ് നമ്മൾ സമസ്തയോടൊപ്പം കാണുന്ന ഏറ്റവും വലിയ ഭാഗ്യം. നമുക്ക് പൈസ ഇല്ല, നമുക്ക് പത്രാസില്ല, അതില്ലാന്ന് ഉറപ്പാണ്. നമ്മുടെ കയ്യിൽ കോടികളില്ല, ഉറപ്പാണ്. നമുക്കുള്ളത് ഈ പച്ചപ്പാവം ആലിമീങ്ങളാണ്. സമസ്തയുടെ പ്രസിഡന്റ് ആയപ്പോഴാണ് നിങ്ങൾക്ക് പ്രസിഡന്റ് നിലക്ക് കാറ് വേണ്ടേ, പലർക്കും പോണ്ടേ? അതൊക്കെ എനിക്കൊരു ഇടങ്ങേറാണ്, അതൊക്കെ ഒരു ഭാരല്ലേ. ആര്? ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പറഞ്ഞു, അതൊക്കെ ഒരു ഭാരല്ലേ. എന്നിട്ട് പട്ടിക്കാട് ജാമിഅ നൂരിയ, നമ്മുടെ ഫൈസാബാദ് ഫൈസി ബിരുദം കൊടുക്കുന്ന കോളേജിൽ അവിടെ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം ദർസ് നടത്തി ഒരുപാട് മുതഅല്ലിമീങ്ങളുള്ള ഉസ്താദ് പട്ടിക്കാട് ബസ് കയറി പോണം കരുവാരകുണ്ടിലേക്ക്, ബസിന്റെ കമ്പി പിടിച്ചിട്ട്. നമ്മുടെ നാട്ടിലെ ബസ് യാത്ര ആലോചിച്ച് നോക്കി. ഇങ്ങനെ താലിമ് പോയതിലാണ് നമുക്ക് വിഷമം. അതാണ് നമ്മുടെ സങ്കടം. അതാണ് ദീനിന് വേണ്ടത്. ദീനിന്റെ പച്ചയായ ദീനിനെ കാണിക്കുന്ന ആലിം. ദുന്യാവ് പറഞ്ഞ അഭിമാനിക്കുന്നത് ദീനല്ല. ഞാൻ തുറന്നു പറയാൻ, മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാൻ. നമ്മൾ ആരെയും കുറ്റം എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാവർക്കും ഇഖ്ലാസ് നൽകുമാറാകട്ടെ. അങ്ങനെ നമുക്ക് ആലിമീങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ ഉലമാഇന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം. കച്ചവടം മോശമാണ് നമ്മൾ പറയണില്ലേ? ദീനിന്റെ വിഷയത്തിലും ഈ മോശത്തരം സംഭവിക്കുന്നുണ്ട്, നഷ്ടം സംഭവിക്കുന്നുണ്ട്. നന്നാവാൻ വേണ്ടി ദുആ ഇറക്കണം. ദീനിൽ പത്രാസ് പറയരുത്. ഞങ്ങൾക്ക് ഇന്നതൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഈ ദീൻ ഒന്നും പഠിച്ചില്ല എന്നതിന്റെ അടയാളമാണ്. ഞങ്ങളെ കയ്യിൽ ഇതില്ലേ, ഈ പറഞ്ഞു തന്നെ തെറ്റല്ലേ? അഹങ്കാരം എന്ന ഒരല്പം പാടുണ്ടോ? സാധാരണക്കാരന് പാടുണ്ടോ? ആലിമിന് പാടുണ്ടോ? മുതഅല്ലിമിന് പാടുണ്ടോ? ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗം കടക്കൂലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനസ്സിലാക്ക, എന്താണ് സമസ്തന്റെ കൂടെ? ഒന്നും കിട്ടൂല സമസ്തന്റെ കൂടെ നിന്നാൽ. ഒന്നും കിട്ടും. ഞാൻ പറഞ്ഞു മുമ്പൊരു ക്ലാസ് ഞാൻ പറഞ്ഞത്, നമ്മൾ KSRTC ബസ് പോലെ ഇങ്ങനെ പോവുകയാണ്. അത് നിർത്തേണ്ടോടത്ത് ഡ്രൈവർക്ക് തോന്നിയാ ചവിട്ടും, കയറുണ്ടോ സ്വന്തം ഡോറ് തുറക്കുക, കയറ് ഡോറങ്ങ് അടച്ചളിയുന്ന ഡ്രൈവർ പറയും, ഓൻ തന്നെ ഡോർ അടക്കം ചെയ്യാം. സീറ്റ് ഉണ്ടെങ്കിൽ പോയിരിക്കുക, ആളുണ്ടെങ്കിലും പോകും, ഇല്ലെങ്കിലും പോകും. ഈ ഒരു പോക്കാണ്. നമ്മൾ ആളെ വിളിച്ചൊന്നും തരൂല, ഒന്നും കിട്ടൂല. ഇത് ദീനാണ്, ഇത് ദീനാണ്. സമൂഹത്തിന്റെ അഖീദ, ഇസ്ലാമിന്റെ അഖീദ, അഹ്ലുസുന്ന വൽ ജമാഅ ഉലമാ താബിഉകളായി കൈമാറി തന്ന ആ പഴയ പാരമ്പര്യം, അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കലാണ് സമസ്തയുടെ ജോലി. ബിസിനസ് സമസ്തയുടെ ജോലിയല്ല. നമ്മുടെ അലിമീങ്ങൾ അതുകൊണ്ടല്ല കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ളവർ, മഹാനായ ശംസുൽ ഉലമയ്ക്ക് അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, KK ഹസ്രത്ത് അവറുകൾ നവ്വറല്ലാഹു മർഖദ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. ഇവരൊക്കെ കഴിഞ്ഞുപോയ വലിയൊരു മെമ്പറാണ്. നമുക്കൊരു ഭാഗ്യല്ലേ? അവരൊക്കെ സ്നേഹിച്ചും അവർക്കൊക്കെ ഖിദ്മത്ത് ചെയ്തും അവർക്കൊക്കെ ഒന്ന് ദുആ ഇറക്കാനൊക്കെ ഭാഗ്യം കിട്ടിയത് ഭാഗ്യല്ലേ മുഅ്മിനെ? നമുക്ക് ഭാഗ്യല്ലേ? അനസ് റളിയല്ലാഹു അൻഹു പറയാൻ,
ഇസ്ലാമക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടിയത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ്. ഇതിലും വലിയൊരു സന്തോഷ വാർത്ത ഞങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടില്ലെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖാദിമായ സ്വഹാബി മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചവരോടൊപ്പമാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത്, ഏത് നടന്മാരും നടിമാരും കളിക്കാരെയും സ്റ്റാറുകളെയും ഒക്കെ നിങ്ങൾ സ്നേഹിച്ചോളൂ. ആണുങ്ങളെ പെണ്ണുങ്ങളെ കുഴപ്പമില്ല, അവർ എങ്ങട്ടാ പോണത് അവരുടെ കൂടെ പോകാം. നരകത്തേക്കാണെങ്കിൽ നരകം, സ്വർഗമാണെങ്കിൽ സ്വർഗം. അനസ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഞാൻ ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു. വ ഉഹിബ്ബു അബൂബക്കറിൻ വ ഉഹിബ്ബു ഉമറ, ഞാൻ അബൂബക്കർ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഉമർ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. വ ഇല്ലം അഅമൽ ബി അഅമാലിഹിം, അവർ ചെയ്തത്ര എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ആലിമീങ്ങളെ പോലെ നമുക്കാവാൻ പറ്റണില്ല. പക്ഷേ ഇതിനോട് നമുക്ക് ബഹുമാനമുണ്ട്, ഇതിനോട് നമുക്ക് സ്നേഹമുണ്ട്. മതി അൻത മഅമൻ അഹ്ബബ്ത, ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ്. ഇങ്ങനെ ആലിമീങ്ങൾ പോയതിലാണ് നമ്മൾ ഖേദിക്കുന്നത്, നമ്മൾ സങ്കടപ്പെടുന്ന വിഷമം അതാണ്. ആലിമീങ്ങളുടെ ഒരു കുറവും നമ്മുടെ നാട്ടിലില്ല. ഉണ്ടോ? ഒരു കുറവില്ല. ഇങ്ങനത്തെ കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ള ആലിമീങ്ങൾ, അത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഭയങ്കര വേദനയാണ്. ദീൻ എന്താണ്? ആലിം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? എന്താണ് ഇൽമിന്റെ ഭാരം? റസാനത്തുൽ ഇൽമി മൻ കാനത് തുസഖിലുഹു തംശി ബിഹാ ഖാദിഅൻ മിഖ്ദാറ അസ്ഖാലി. നല്ല പഴങ്ങളുള്ള ഒരു മരം, ഒരു മൂച്ചി, ഒരു മാവ് എന്ന് സങ്കല്പിക്കുക. നല്ല മാങ്ങ ഉണ്ടാകുമ്പോ ആ മാവ് ഇങ്ങനെ ചെരിഞ്ഞു വരും. ആലിമിന് ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. താഴേക്ക് നോക്കിയിട്ട് വിനയത്തോടുകൂടെ തലകുനിച്ച് നടക്കുന്നവനാണ് ആലിമെന്ന് ഉലമാ പഠിപ്പിക്കുക. നിവർന്ന് നിർത്ത് എന്തും ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഇതിന് ഇവർക്ക് കഴിയില്ല. അളമ്പാടിസ്ഥാനൊക്കെ ഒരു പത്ര ചോദിച്ചാൽ വല്ലതും പറയാൻ പറ്റുമോ? എന്താ സ്ത്രീ സംവരണം? ഒന്നും. എന്താ ഈ സംവരണം തന്നെ ഉസ്താൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ചെറുശ്ശേരി ഉസ്താദ് അങ്ങനെയാണ്, എന്റെ ഉസ്താദാണ്, എന്റെ ഷെയ്ഖാൻ മഹാനായ ജൈനുൽ ഉലമ ചെറുശ്ശേരി ജയന്തി മുസ്ലിയാർ, സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഉസ്താദ്. എനിക്കറിയാം ഉസ്താദിനെ. ഉസ്താദിന്റെ അടുത്ത് പത്രപ്രവർത്തകർ വന്നിരുന്നു. അന്ന് സ്ത്രീ സംവരണത്തിന്റെ വിഷയം വന്നപ്പോ ഉസ്താദ് ചോദിച്ചു, കുട്ടികളെ എന്താ ഈ സംവരണം എന്ന് പറഞ്ഞാൽ? അവർക്കത് അറിയില്ല. അവർക്ക് മൊബൈൽ ഓണാക്കാനും ഓഫാക്കാനും വരെ അറിയില്ല. അവര് അതൊന്നും അല്ല അവരുടെ ജീവിതം. അവര് ഇൽമിന് വേണ്ടി വന്നവരാണ്. അവര് ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ വന്നത്, ഇൽമ് കെടാതിരിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാണ്. പണം നോക്കാനെ കൂടെ ബിസിനസ് ചെയ്യില്ലേ? നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ദീൻ എന്താണെന്ന് മനസ്സിലാക്കി, അത് മനസ്സിലാക്കാനുള്ള ബോധം, ഇതാണ് ദീൻ എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ചില ക്ലിപ്പുകളൊക്കെ യൂട്യൂബിലൊക്കെ ഒന്ന് കാണുമ്പോൾ, പടച്ചോനെ ഞങ്ങൾക്ക് ഇത്ര ഉണ്ട് അത്ര ഉണ്ട് എന്ന് പറഞ്ഞൊരു കൂട്ടര് അഭിമാനം പറയാം. ദീനിന്റെ ഒരൊറ്റ ഹദീസ് ഓതിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ? ഒരൊറ്റ ഹദീസ് ഞങ്ങൾ ഉഷാറാന്ന് പറയാൻ പാടുണ്ടോ? ഞങ്ങൾ മോശാന്നല്ലേ പറയേണ്ടത് എല്ലാവരും? ഞാൻ നിങ്ങളെക്കാളും മോശക്കാരനാണ്, ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ദുആഇന്റെ ഫലം ഞാൻ ദ്വാരുന്ന കിട്ടൂലെന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ പാടുള്ളൂ. നമ്മൾ അങ്ങനെയാ ചിന്തിക്കേണ്ടത്. ഞാൻ ആരെക്കാളും മേലെയല്ല, ഇങ്ങനെ ചിന്തിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിപ്പിക്കുന്ന ഇൽമും ആലിമീങ്ങളാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. ഭയങ്കര വിഷമുണ്ട്. തലപ്പാവ് കെട്ടി നടക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ ആലിമീങ്ങളല്ലേ. ദീൻ എന്താണെന്ന് അതിന്റെ ആളുകൾ എന്ന് പഠിക്കണം. മഹാനായ അല്ലാമ തുർമുദി റളിയല്ലാഹു അൻഹു ശമാഇൽ തുർമുദി എന്ന് പറയുന്ന ഒരു കിതാബ്, അല്ലാമ തുർമുദി റളിയല്ലാഹു അൻഹു ശമാഇൽ തുർമുദി എന്ന് പറഞ്ഞ കിതാബ് എഴുതിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം എങ്ങനെയാണ് എന്ന് ആ കിതാബ് പറയുന്നത്. ഹദീസാണ്. തങ്ങളുടെ കണ്ണെന്തായിരുന്നു, തങ്ങളുടെ ചെവി എങ്ങനെയായിരുന്നു, തങ്ങളുടെ ശരീരത്തിൽ എത്ര മുടിയാണ് നരച്ചിരുന്നത്, തങ്ങളുടെ കൺപുരികം എങ്ങനെയാണ്, കണ്ണിമ എങ്ങനെയാണ്, തങ്ങളുടെ പെരടിയുടെ ഭംഗി എത്രയായിരുന്നു, നെറ്റിയുടെ വീതി എത്രയാണ്, മുടിയുടെ നീളം എത്രയാണ്, കൈ എങ്ങനെയാ, നടത്തം എങ്ങനെയാ, തങ്ങൾ ചിരിച്ചത് എങ്ങനെയാ, ഇതൊക്കെ പറയുന്ന കിതാബാണ് ശമാഇൽ തുർമുദി. തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടാൽ അലിമീങ്ങൾ പറയാ, ശമാഇൽ തുർമുദിയിൽ പറഞ്ഞ പോലെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? എന്നാൽ ആ കണ്ടത് അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു, പക്ഷേ നമ്മൾ ശമാഇൽ തുർമുദി ഒന്നും വായിച്ചു നോക്കിയിട്ടില്ല. തങ്ങളുടെ ശരീരത്തിന്റെ വിശേഷണങ്ങളൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ നമ്മളത് കണ്ടു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ അങ്ങനെയെങ്കിലും കാണാൻ. പക്ഷേ ശമാഇൽ തുർമുദി പറഞ്ഞ പോലെ കാണുന്നതാണ്. അങ്ങനെ കാണുമ്പോൾ അത് തങ്ങൾ തന്നെയാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ കിതാബ് അവസാനിപ്പിക്കുകയാണ് മഹാനായ തുർമുദി റളിയല്ലാഹു അൻഹു. അല്ലാമ ഇബ്നു സീരീൻ തങ്ങളുടെ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് കിതാബ് അവസാനിപ്പിക്കുന്നത്. ഹദീസിന്റെ ഗ്രന്ഥം എന്താ പറയുന്നത്? ഇന്ന ഹാദൽ അംറ ദീൻ, ഇത് ദീനാണ്.
ഫൽയൻദുർ അഹദുക്കും, നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം, അമ്മൻ യഖുദു ദീന, അവന്റെ ദീൻ ആരിൽ നിന്നാണ് പഠിക്കുന്നത് എന്ന് ശരിക്കും നോക്കണം. അല്ലാമ ഇബ്നു സിരീൻ തങ്ങളുടെ വാക്ക് അത് പറഞ്ഞുകൊണ്ടാണ് കിതാബ് അവസാനിപ്പിക്കുന്നത്. ഇത് ദീനാണ്. എവിടെന്നെങ്കിലും പറഞ്ഞു അവിടെ ഉണ്ടല്ലോ ക്ലാസ്, ഇവിടെ ഉണ്ടല്ലോ, അയാളും പറയുണ്ടല്ലോ, അയാളെ ക്ലിപ്പ്, ഇവിടുത്തെ ക്ലിപ്പ്, ആ യൂട്യൂബിലെ ഒരു ക്ലിപ്പ്, ഇതൊക്കെ എല്ലാം പാടെ നോക്കാൻ ആരാണ് പറയുന്നത്? ഇത് ആലിമാണോ? ഇൽമും സ്വലാഹും ജീവിതകാലം പഠിക്കാൻ വേണ്ടി ചെലവഴിച്ച ആൾക്കാരാണോ? നമ്മുടെ ഏറ്റവും വലിയ വിഷമം അതാണ്. ക്ലാസ് റൂമൊക്കെ ഇട്ടേച്ച് മുത്താലിമീങ്ങൾ വോട്ടിറങ്ങാൻ, സിന്ദാബാദ് വിളിക്കാനോ വാൾ പോസ്റ്റർ ഒട്ടിക്കാനോ പഠിക്കാൻ സമയം എവിടെയാണ്? എന്തൊരു വിഷമമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ദാറുൽ ഞങ്ങൾ പഠിക്കണ കാലത്ത്, അന്ന് ദാറുൽ പഠിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ, എന്റെ സീനിയേഴ്സ്, കുറച്ചാൾക്കാർ അന്ന് കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുക. അന്ന് ചാടിപ്പോയി. അന്ന് ചാടിപ്പോന്ന് പറഞ്ഞാൽ അലൗഡല്ല, പോകാൻ പാടില്ല എന്നാണ്. പോയി. എങ്ങനെ പോയത്? ക്ലാസ് കട്ട് ചെയ്തിട്ടൊന്നല്ല. വൈകുന്നേരം എല്ലാ ദിവസമൊക്കെ 4 മണിക്ക് കഴിയും. ക്ലാസ് കഴിഞ്ഞ് മഹരിബും കഴിഞ്ഞ് ബസ് കയറി പോയി. ഒരു രാത്രി തിരിച്ചു ഒന്നും ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ദാറുൽ വരെ പുറത്താക്കിയിട്ടുണ്ട്. അത് പറ്റൂല. ദാറുൽ നിയമം അതാണ്. നമ്മൾ അങ്ങനെ ഉസ്താദന്മാരെ പഠിപ്പിക്കുന്നത്. എന്ത് വിഷയമാണെങ്കിലും സമ്മേളനമൊക്കെ നടന്നോട്ടെ, നമ്മൾ സമ്മേളനം ഒക്കെ കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള സംഗതികളാണ്. പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ അതിൽ ഇറങ്ങല്ല. അവര് പഠിക്കാൻ പിന്നെ എപ്പോഴാ നേരം? നാട്ടിൽ ഫുള്ള് തന്നെ തിരക്കന്നല്ലേ, എല്ലാ നേരത്തും കൂട്ടലും പിരിയലന്നല്ലേ. പഠിക്കണ്ടേ? ഇൽമിന്റെ നേരണ്ടോ? ഫൽയൻദുർ അഹദുക്കും, പറയാൻ തെളിച്ചു പറഞ്ഞുതരാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയാതിരുന്നാൽ എല്ലാം ദീനെന്നെ, ഒക്കെ കേൾക്കാലോ, ഒക്കെ ഉസ്താദന്മാരെന്നല്ലേ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചു പോകല്ല. അതുകൊണ്ട് തെളിച്ചു പറഞ്ഞുതരാ. ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹു പിന്നെ ചോദ്യം ചെയ്യും. പക്ഷെ ഞാൻ ആരെയും കുറ്റം പറയാൻ പാടില്ല, ഞാനൊരു വ്യക്തിയെ ആക്ഷേപിക്കാൻ പാടില്ല, ഒരു ആലിമിനെ ഇകഴ്ത്താൻ പാടില്ല. വിഷയം ഇന്നതാണെന്ന് ഞാൻ പറഞ്ഞു തരണം. അത് എന്റെ ബാധ്യതയാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അത് പറഞ്ഞെന്ന് നിങ്ങൾക്കത് സ്വീകരിക്കാം, തിരസ്കരിക്കാം. നിങ്ങൾക്ക് തോന്നാണ് ഇയാൾ തീരെ ശരിയില്ല, നിങ്ങൾ വരാതിരുന്നോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് തോന്നാണ് ശരിയുണ്ട്, നിങ്ങൾ സ്വീകരിക്കണം. ഞാൻ പറഞ്ഞ തെറ്റാണ്, എനിക്ക് നിങ്ങൾ തിരുത്തി തരണം. പക്ഷെ ഇത് ദീനാണ്. ഫൽയൻദുർ അഹദുക്കും അമ്മൻ യഖുദു ദീന, ദീൻ എവിടെന്നാണ്